ഇപ്പം ജീവാംശമായി തന്നെ പറയാം. ആ പാട്ട് ആദ്യം വേറൊരു സിംഗറാണ് പാടിയത്. നന്നായിട്ട് തന്നെ പാടി ആ സിംഗറും. പക്ഷെ അത് കഴിഞ്ഞ് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു മ്യൂസിക് ഡയറക്ടർ കൈലാസേട്ടന്. ലൈക്ക് ശ്രേയാജിയെ കൊണ്ട് പാടിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പാടാം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പേടിയായി. എനിക്കൊരു പ്രതീക്ഷയുള്ളൊരു പാട്ടായിരുന്നു. അപ്പം പറഞ്ഞില്ല ഹരിയെ ടേക്ക് എടുത്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ശ്രേയാജിയുടെ ടേക്ക് കഴിഞ്ഞിട്ട് കൈലാസേട്ടൻ പറഞ്ഞു, ഹരി വീണ്ടും പാടുമൊന്നും വേണ്ട, ഓക്കെയാണ്, പക്ഷെ ഇതൊന്ന് കേട്ടു നോക്കുന്നു പറഞ്ഞു. ആ സിംഗിങ്ങിന്റെ ഡിഫറൻസ്, ആ ഫസ്റ്റ് സിംഗർ നന്നായിട്ട് പാടി, പക്ഷെ ഇവർ പാടിയപ്പോൾ ഉള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ശ്രേയാജി, അതാണ് അവരെ നമ്മൾ ലെജൻഡ് എന്ന് വേറൊരു പേരും ഇല്ല, ലെജൻഡറി സിംഗർ. നമ്മുടെ എന്താ പറയാ, ഒരു മോഡേൺ ഡേ ലതാ മങ്കേഷ്കർ ജി, ഉറപ്പായിട്ട്, ആശാ ഭോസ്ലെ ജി എന്നൊക്കെ പറയുന്ന പോലെ ഉറപ്പായിട്ട്. തോരാതെ പെയ്തു നീ